ഇറങ്ങി കഴിയുമ്പോൾ ഒരു അനിമൽ റിഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. പരിക്ക് പറ്റി വരുന്ന സാധനങ്ങൾ മാത്രം റെസ്ക്യൂ ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കൂടുകളിലും സാധനങ്ങൾ കിടപ്പില്ല. ഒരു പെരുമ്പാമ്പ്, മയിൽ, 3-4 പെസൻറ്റുകളൊക്കെയാണ് കിടക്കുന്നത്. അതിനുശേഷം അപ്പുറത്തോട്ട് കഴിഞ്ഞാൽ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, പിന്നെ ഒരു ഏർമാട, ഊഞ്ഞാല, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ബോട്ടിയിട്ട് എടുത്തോടെ പോയി കഴിയുമ്പോൾ ഒരു മെഡിസിൻ ഡെമോ ഗാർഡൻ, ബട്ടർഫ്ലൈ പാർക്ക്, ബേർഡ്സിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ, പിന്നെ ഒരു നക്ഷത്രമാണ്. ഇത്രയാണ് ഇവിടെ കാണാനുള്ളത്. സാറിൻ്റെ പേരെന്താണ്? ഷാജി. നമ്മളുടെ ഷാജി സാറ് ഇവിടുത്തെ എല്ലാ കാര്യവും വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു. ഒരുപാട് സപ്പോർട്ടീവാണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യമാണ്. കാരണം എന്ത് കാര്യം ചോദിച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇത് എത്ര തവണയും പറഞ്ഞു തരും കേട്ടോ. താങ്ക് യു വെരി മച്ച് സാർ. ഉണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ അക്വേറിയം ഉണ്ട്. ആ, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഹലോ, മിസ്റ്റർ ആണോ ഇത് മിസ്സസ് ആണോ? ഇത് പീക്കോക്കല്ലേ, അതുകൊണ്ടല്ലേ അതിനങ്ങനെ ശരിയാണല്ലോ. അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റുമോ അടുത്ത്? അല്ലേ? അതിൻ്റെ വേറൊരു ടൈപ്പ് അവിടെ കിടക്കുന്നുണ്ടോ? ഇതിന് കളറൊക്കെ കിട്ടുന്നില്ല, പക്ഷെ കാണാം. ഹലോ, സുഖാണോ? സുഖം. ഇത് അവിടെ ആൾക്ക് ഇത് മൈൻഡില്ല. എണീക്കടോ, കാണട്ടെ. ഫുള്ള് കുറെ കളറുണ്ടല്ലേ. അത് ആരാണാവോ? അത് ഭയങ്കര കളർഫുള്ളാണ്. പക്ഷെ കാണാൻ പറ്റുള്ള മര്യാദയ്ക്ക്. അത് എണീറ്റ് നടന്നാലല്ലേ മനുഷ്യന് കാണാൻ പറ്റുള്ളൂ. ഇത് റിഹാബിലിറ്റേഷൻ സെന്റർ പോലെ അല്ലേ ഞങ്ങൾക്ക്. സോ എന്തെങ്കിലുമൊക്കെ അസുഖം പറ്റി കാലൊക്കെ ഒടിഞ്ഞിട്ടോ, കാലിലെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അയ്യോടാ, ചക്കടു. അയ്യോടാ, കാലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ ഭാഗത്തുള്ള ഏരിയ. ഇവിടെ സ്റ്റെപ്പ് ശ്രദ്ധിക്കണേ. ഒരു കിഡ്സ് കോർണർ ഉണ്ട്. ഇതാണ് കിഡ്സ് ഏരിയ. ചെറിയൊരു ഏരിയ ആണ്. ഇവിടെ ചെറിയൊരു പുഴയുണ്ട്. ലക്ഷ്മി, ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതല്ല തോന്നുന്നു അല്ലേ? അത് അറിയില്ല ഇവിടെ നിന്നാണ്. രസമുള്ള സ്ഥലം അല്ലേ? നല്ല രസമാണ്. ബെഞ്ചൊക്കെ ഉണ്ട് ഇവിടെ. ഈവനിങ്സും മോർണിംഗ്സും ഒക്കെ സുന്ദരമായി കാണാൻ.
നോക്കിയാൽ എവിടെ ഇരിക്കാനുള്ളൊരു സ്ഥലം കണ്ടോ? മൂട്ടിപ്പഴത്തിൻ്റെ മൂട്ടിപ്പഴം. മൂട്ടിപ്പഴം എന്ന് പറഞ്ഞൊരു പഴം ഇതിനകത്തുണ്ട്. ആഹാ. അത് മിക്കവാറും മരത്തിൻ്റെ താഴ്ഭാഗത്താണ് അതിൻ്റെ കാ കാണുന്നത്. ഇത് മരത്തിൽ കയറാൻ പറ്റാത്ത ജീവികളുണ്ടല്ലോ, മാന്, മ്ലാവ് അങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ വളരെ സൗകര്യമാണ്. നല്ല രസമുള്ളൊരു പഴമാണ്. ആദ്യം നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് കഴിക്കാൻ പറ്റും. എന്താ അതിൻ്റെ രുചി? ഒരു എന്നാ പറയുക, നമ്മുടെ റംബൂട്ടാൻ്റെയൊക്കെ ഒരു ചെറിയ ഇതാണ്. ചിലത് പുളിപ്പായിരിക്കും, ചിലത് ചെറിയ മധുരമായിരിക്കും. എന്നാലും അത് കാടിന് ഒരു സൗന്ദര്യം ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഔഷധങ്ങൾക്ക് വേണ്ടിയും മൂട്ടിപ്പുളി അല്ലെങ്കിൽ മൂട്ടിപ്പഴം ഉപയോഗിച്ച് വരുന്നുണ്ട്. ഔഷധങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലേ? പക്ഷേ ഇതൊരു റെയർ പേരാണല്ലേ? നമ്മളത് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, മൂട്ടിപ്പുളി അല്ലെങ്കിൽ മൂട്ടിപ്പഴം. എൻ്റെ പടം വേണമെങ്കിൽ ഞാനത് പിന്നെ സെൻഡ് ചെയ്തേക്കാം. എൻ്റെ ഉണ്ട് കേട്ടോ, വീഡിയോ ഉണ്ട്, ഞാനത് സെൻഡ് ചെയ്തേക്കാം. നിങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. സാറിൻ്റെ പേരൊന്നും കൂടി പറയാമോ? എൻ്റെ പേര് ഷിബു. ഞാൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് ഒരല്പം മുമ്പ് മറ്റൊരു സാറ് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് തന്നായിരുന്നു വീഡിയോക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ അടുത്ത സാറും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ വരുന്ന ആളുകൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ സപ്പോർട്ടീവായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന നല്ല കുറച്ച് സ്റ്റാഫ് ഇവിടെ ഉണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. വളരെ സന്തോഷമാണ് അത്, അങ്ങനെ ഒരു മനോഭാവം. എല്ലാ രീതിയിലും ഹെൽപ്പാണ് നമുക്ക് അവർ ഓഫർ ചെയ്യുന്നത്. ഇവിടെയാണ് ബട്ടർഫ്ലൈ ഗാർഡൻ, വൈൽഡ് ഓർക്കിഡ്, നാച്ചുറൽ റെപ്യൂട്ടേഷൻ. കമ്പികൾ കൊണ്ടുണ്ടാക്കിയ ഒരു മുള്ളം വന്ന് കൊള്ളാം അല്ലേ? കുറച്ചും കൂടി അകലൊക്കെ എടുത്തു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഇത് തോന്നുന്നത്. ഇരിക്കാലോ, പക്ഷെ അത് ഡസ്റ്റ് ഉണ്ട്. നോക്കിയേ, പക്ഷികളുടെ കൂടിൻ്റെ പോലെയാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഇത് നോക്കിയിട്ട് വരാം.
അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. ശലഭങ്ങളൊന്നും അധികം കണ്ടില്ല ഇവിടെ. അത് 2 എണ്ണത്തിന് 3 എണ്ണത്തിനൊക്കെ കണ്ടോളൂ. അതേനാ അതേ പോന്നു. അയ്യോടാ, ശലഭത്തിനെ പിടിക്കാൻ ആരണ വന്നു. ഇതിൽ ചെറിയ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ, ഗപ്പി. നല്ല മൂങ്ങ, നല്ല രസം. മലബാർ ചാമ്പ, പന്നിവള്ളി, പൊന്നാമ്പള്ളി, ഹോക്ക് ക്രീപ്പർ. മെഡിസിനൽ പ്ലാന്റ്സ് ഡെമോ ഗാർഡൻ. ദേശപുഷ്പങ്ങളൊക്കെ ഉണ്ട്. ാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം രൂപീകരിക്കുന്നത്. ഇത് എറണാകുളം ജില്ലയിലാണ് ഈ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ധാരാളം സ്വദേശികളും വിദേശികളും സന്ദർശിക്കാറുണ്ട്. ഇതൊരു മൃഗശാലയല്ല. അപ്പോൾ ആൾക്കാർ തട്ടേക്കാട് വരുമ്പോൾ കൂടുതലും സൂ എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പക്ഷി സങ്കേതമായത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയത് കാരണം ഈ കൂടുകളിലൊന്നും മൃഗങ്ങളെയോ പക്ഷികളെയോ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പിന്നെ കൂട്ടിനകത്ത് കുറച്ച് ജീവികൾ കാണും. അത് പരിക്ക് പറ്റി കൊണ്ടുവരുന്ന സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ കോടതിയിൽ നിന്നും സൂക്ഷിക്കാൻ തരുന്നതായിരിക്കും. അത് കോടതി പറയുന്നതനുസരിച്ചോ അല്ലെങ്കിൽ പരിക്ക് ഭേദമാകുന്നതനുസരിച്ചോ അത് തിരികെ നിങ്ങൾ കാട്ടിലേക്ക് തുറന്നു വിടുകയാണ് പതിവ്.
ഈ ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ധാരാളം പക്ഷികളെ കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ധാരാളം പക്ഷികളുണ്ട്. അപ്പോൾ ഈ പക്ഷികളെ കുറിച്ച് നമ്മളത് മനസ്സിലാക്കണം. ഏത് പക്ഷിയാണ്, ഇത് എവിടെ നിന്നും വരുന്നു. ഇപ്പോൾ ദേശാടനം നടത്തി വരുന്ന പക്ഷികളൊക്കെ ഉണ്ട്. അപ്പം കൂടുതലായിട്ടും ഈ ഗൈഡുമാരുടെ സഹായത്തോടു കൂടി, ഇവിടെ ധാരാളം ഗൈഡുമാരുണ്ട്, അവരോട് പോയി കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും. ബ്ലാക്ക് ബസ്സ, ട്രോഗൺ, അങ്ങനെ പല പല പക്ഷികളുണ്ട്. ഫ്രോഗ് മോത്ത്, ഇപ്പോൾ തട്ടേക്കാടിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്രോഗ് മോത്ത് എന്ന് പറഞ്ഞൊരു പക്ഷിയാണ്. സിലോൺ ഫ്രോഗ് മോത്ത്, തവളവായൻ, മാക്കാച്ചിക്കാട എന്നൊക്കെ മലയാളത്തിൽ പറയും. ഈ പക്ഷിയെ ഇതിനകത്തുണ്ട്. അതിൻ്റേതായ ഹാബിറ്റാറ്റായിട്ടുള്ള സ്ഥലങ്ങൾ ഇതിനകത്തുണ്ട്. ഗൈഡുമാരുടെ സഹായത്തോട് പോവുകയാണെങ്കിൽ ഇതൊക്കെ കാണുന്നതിനും ആസ്വദിക്കുന്നതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ തട്ടേക്കാട് വരുന്ന സഞ്ചാരികൾക്ക് ഇതിൻ്റെ വനത്തിനകത്ത് തന്നെ നല്ലൊരു വാച്ച് ടവറുണ്ട്, ഒരു ട്രീ ഹഡുണ്ട്, പിന്നെ ബോട്ടിംഗ് സംവിധാനമുണ്ട്. പ്രകൃതി രമണീയമായ ഒരു സുന്ദരമായ സ്ഥലമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഒത്തിരി സന്തോഷം സാർ, ഓക്കെ പറഞ്ഞതിന്. അതെ അതെ അതെ. ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ, തട്ടേക്കാട് പോയപ്പം ഷാജി സാറ്, പിന്നെ ഷിബു സാറൊക്കെ ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു. നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. കാരണം ഇതിനെക്കുറിച്ച് താല്പര്യവും ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരുപാട് നല്ല ആൾക്കാർ അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും പറയുക. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾ ഇനിയും വരും, അല്ലേ? ഇനിയും വരണം എന്ന് തന്നെ നല്ല ആഗ്രഹമുള്ള സ്ഥലമാണ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയർ ആണ്, നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ, ഇതുപോലെ മോർണിംഗ് ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ചൂട് കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ. ഇന്ന് ഈ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫെബ്രുവരി അല്ലേ, അപ്പോൾ ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറയുന്നതാണ് ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. അപ്പോൾ നിങ്ങൾ വരണം തന്നെയാണ് ഞാൻ പറയുക.